അൽത്താഫ്, താങ്കൾ തുടരുന്നുണ്ട് എങ്കിൽ നേരത്തെ അഭിജിത്ത് സൂചിപ്പിച്ചു. എങ്ങനെയാണ് അഭിജിത്ത്, ഏത് കോഴ്സിന്റെ ഭാഗമായിട്ടാണ്, എങ്ങനെയാണ് ഈ ചികിത്സാ രീതി, അതായത് അക്യുപഞ്ചർ ചികിത്സാ രീതി തുടരുന്നുണ്ട് എന്ന് അഭിജിത്ത് പറയുമ്പോൾ അതിന് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, യോഗ്യത പറയുന്നുണ്ട്. താങ്കളോട് ആവർത്തിച്ച് ചോദിക്കുന്നു, അത്തരത്തിലൊരു മറുപടി പറയാൻ താങ്കൾക്ക് സാധിക്കുമോ? അല്ല, ഇപ്പോ നമ്മുടെ വിഷയം ഈ കുഞ്ഞുമായി മരണപ്പെട്ടതായതുകൊണ്ട് കുഞ്ഞുമായി മരണപ്പെട്ടതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട താങ്കൾ. ഒരു അവസരങ്ങളിലേക്കോ ഇപ്പൊ നമ്മളൊരു മറുപടി തരാൻ അല്ല ഉദ്ദേശിക്കുന്നില്ല. അൽത്താഫ്, താങ്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നു. കേരളത്തിൽ ഇത്തരം ചികിത്സാ രീതികളോട് ഇതുമായി ബന്ധപ്പെട്ടല്ല ഈ ചർച്ച ആരംഭിച്ചപ്പോൾ സൂചിപ്പിച്ചു. ഇവിടെ ആന പ്രസവിക്കുന്നുണ്ടല്ലോ, പട്ടി പ്രസവിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ സിസേറിയൻ നടത്തുന്നുണ്ടോ എന്ന് പ്രസംഗിക്കുന്ന മതപുരോഹിതരടക്കമുണ്ട്. അതിന്റെ തുടർച്ചയായാണ് ഈ കുഞ്ഞിന്റെ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അല്ല, ഇപ്പൊ ഇവിടെ ആരും മരിക്കാൻ പാടില്ലാത്തൊരു ചികിത്സ നിങ്ങൾ പറയും, മരിക്കാൻ പാടില്ലാത്ത മരിക്കൂല എന്ന് ഗ്യാരണ്ടി ഉള്ള ഒരു ചികിത്സ പറയല്ല. അതിലേക്ക് വരാം. അതിനു മുമ്പ് അലോപ്പതിയുടെ അടിമത്തത്തിലേക്കും ആളുകളെ കൊണ്ടുപോകാനുള്ള ഒരു കാര്യം ചിലർ നോക്കുന്നുണ്ട്. എല്ലാ അലോപ്പതിക്കാരും അല്ല, കുറെ അലോപ്പതി മാത്രമൊന്നുമല്ല, ആയുർവേദമുണ്ട്, മറ്റു പല ഹോമിയോപ്പതി പോലെയുള്ള ചികിത്സാ രീതികളൊക്കെ രാജ്യത്ത് തുടരുന്നുണ്ട്. അതൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇതിനകത്തെ വിഷയം. റെഗുലേറ്ററി ബോഡിയും കൗൺസിലും ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി സർക്കാരിനാണ്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് അൽത്താഫ്? അതായത് നിങ്ങൾ കുറച്ചുപേർ നിങ്ങളുടെ ഒരു യോഗ്യത പറഞ്ഞാൽ അതിനെ സർക്കാർ അംഗീകരിക്കണമെന്നതാണോ? ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, താങ്കൾ പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്നത് പോലെ സ്വതന്ത്രമായി കുറെ ആളുകൾ എന്താണ് ഡിഗ്രി എന്ന് പറയാതെ, എന്താണ് യോഗ്യത എന്ന് പറയാതെ, എന്താണ് ഇതിന്റെ ശാസ്ത്രീയത എന്ന് പറയാതെ ഇതൊരു ചികിത്സാ രീതിയായി യോഗ്യതയൊക്കെ പറയേണ്ടത് അതൊരു നാണമില്ലേ അതിന്? പത്രക്കാരിങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചിങ്ങനെ ചോദിക്കുമ്പോ എല്ലാരും നമ്മൾ ഡിഗ്രി തീർച്ചയായും ചോദിക്കുക തന്നെ ചെയ്യും അൽത്താഫ്. ഒരു നാണവും വിചാരിക്കേണ്ട. കേരളത്തിൽ വ്യാജന്മാരായ ഡോക്ടർമാർ ജീവൻ ഹനിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും, ചോദിച്ചുകൊണ്ടേയിരിക്കും. അത്തരം വ്യാജന്മാരെ പിടികൂടേണ്ടത് ആവശ്യം തന്നെയാണ് അൽത്താഫ്, അതിലൊരു സംശയവും വേണ്ട. ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അത്തരം വിഷയങ്ങൾ വരുമ്പോ കൃത്യമായി അങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അല്ല, താങ്കളൊരു സർക്കാർ സംവിധാനത്തിൽ ഒരു ജോലിക്ക് പ്രവേശിക്കുമ്പോൾ താങ്കളോട് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് നാണക്കേടാണ്. സർക്കാർ സംവിധാനങ്ങളിലേക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കൗൺസിൽ അതിന്റെ പേരിൽ രൂപീകരിക്കണം. ആ കൗൺസിൽ ഉണ്ട്, ആ കൗൺസിൽ നിലവിലുണ്ട് അൽത്താഫ്. ആ കൗൺസിൽ അംഗീകരിക്കപ്പെടാത്ത ഒന്നാണ്, അംഗീകരിച്ചിട്ടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് താങ്കളോട് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്, താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ചികിത്സാ രീതികൾ പിന്തുടരുന്നത് എന്ന്. കേന്ദ്രത്തിലെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അതിന്റെ ഡിസ്കഷനിലാണ്. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസത്തിൽ അതിനെ കുറിച്ച് ഒരു കരട് രേഖ വന്നിട്ടുണ്ട്. എത്ര നാളത്തെ കോഴ്സിന് ആരുടെ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ എന്ത് ബോർഡിന് കീഴിൽ പഠിക്കുന്ന കോഴ്സാണ് അംഗീകരിക്കേണ്ടത്? അതിന്റെ വിഷയങ്ങളൊക്കെ ഡിസ്കഷൻ മിനിമം ഈ അക്യുപഞ്ചർ പഠിക്കുന്ന ഒരാൾക്ക് വേണ്ട യോഗ്യത എന്താണ്? അൽത്താഫ്, മിനിമം അക്യുപഞ്ചർ പഠിക്കേണ്ട ഒരാൾക്ക് വേണ്ട യോഗ്യത എന്താണ് എന്ന് താങ്കൾക്ക് പറയാമോ? MBBS വേണ്ട യോഗ്യത തന്നെയാണ് അക്യുപഞ്ചർ പഠിക്കാനും വേണ്ടത്. +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. MBBSലേക്ക് ഒരാൾക്ക് കയറണമെങ്കിൽ +2 വേണം എന്നതുപോലെ അക്യുപഞ്ചർ പഠിക്കാനും +2 തന്നെയാണ് ക്വാളിഫിക്കേഷൻ. +2 ക്വാളിഫിക്കേഷൻ ഉള്ള എത്ര വർഷം പഠിക്കണം അക്യുപഞ്ചർ? ഇപ്പൊ പുതിയ കരട് അനുസരിച്ച് 2 വർഷത്തെ കോഴ്സുകളാണ്, അല്ലെങ്കിൽ 2 വർഷം പഠിച്ചാൽ മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ. അപ്പോ ഇതിന് മുമ്പ് നിങ്ങൾക്ക് ആരാണ് ഈ 2 വർഷത്തെ പഠിപ്പിക്കുന്നത്? ആരാണ്? അതിനെ കുറിച്ചൊക്കെയുള്ള അമെന്റ്മെന്റോ കാര്യങ്ങളോ ഇപ്പൊ അല്ലല്ല, താങ്കൾ എന്നോട് ചോദിച്ചല്ലോ നാണമില്ലേ എന്ന്. താങ്കൾ പറയൂ, എവിടെയാണ് താങ്കൾ പഠിച്ചത് എന്ന് പറയൂ. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്? ആരാണ് സർട്ടിഫിക്കറ്റ് നൽകിയത്? പേഴ്സണൽ വിഷയങ്ങൾ പറയാൻ എനിക്ക് നാണമില്ലെന്നാ നിങ്ങളോട് ചോദിച്ചത്. ഒരു ഡോക്ടർക്ക് സർട്ടിഫിക്കറ്റ് വേണം സാർ. നിങ്ങൾക്കറിയില്ല എങ്കിൽ ഒരു ആശുപത്രി പ്രവർത്തിക്കണമെങ്കിൽ, ഒരു മെഡിക്കൽ ഷോപ്പ് പ്രവർത്തിക്കണമെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് വേണം അൽത്താഫ്. അല്ലാതെ വെറുതെ അല്ല കേരളത്തിലെ മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നത്. അതിന് ലൈസൻസ് ഉണ്ടാകണം. ആ ലൈസൻസ് ഉള്ള ആൾ അതിന് ഉത്തരവാദിയാണ്. ഒരു ആശുപത്രി നടത്തണമെങ്കിൽ ലൈസൻസ് ഉണ്ടാകണം, ഒരു ഫാർമസി നടത്തണമെങ്കിൽ ലൈസൻസ് ഉണ്ടാകണം. താങ്കൾ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ഒരു ധാർഷ്ട്യവുമല്ല. താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അത് പറയും. മരിച്ച വിഷയങ്ങളിൽ നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കണം. എന്തുകൊണ്ട് അലോപ്പതിയിൽ അല്ല, താങ്കൾക്ക് എവിടെയാണ് പഠിച്ചത് എന്ന് പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് എന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പേഴ്സണൽ ഇൻഫർമേഷൻ നമുക്ക് പേഴ്സണൽ അല്ല. ഒരു ഡോക്ടർ പഠിച്ചത് എവിടെയെന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് പേഴ്സണൽ ആവുന്നത്? എന്ത് ലൈസൻസ് ആണ്, എന്ത് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചികിത്സ നടത്തുന്നത് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് പേഴ്സണൽ ആവുന്നത്? മഴയത്ത് മഞ്ഞപ്പിത്തം വന്ന കുട്ടിയെ കുളിപ്പിച്ച് മരിച്ചു എന്ന് തെറ്റായ വാർത്തകൾ കൊടുത്ത മാധ്യമ പ്രവർത്തകരുള്ള നാടാണിത്. അതിനെ ചോദ്യം ചെയ്യൂ, അതിനെ ചോദ്യം ചെയ്തുകൊള്ളൂ. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, നിങ്ങൾക്ക് പരാതി കൊടുക്കാം, നിങ്ങൾക്ക് കേസ് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. മരിച്ചത് എന്ന് പറഞ്ഞ സ്ഥലമാണ്.
ഡോക്ടർ ജേക്കബ് പുലയലിനെ പോലെയുള്ള ആളുകളുടെ വാക്സിൻ വിഷയത്തിൽ കൃത്യമായി ചർച്ച നടക്കാത്ത സ്ഥലമാണ് നമ്മുടെ കേരളം. അപ്പൊ ഇനി നമ്മുടെ സർക്കാർ അതിന് മുൻകൈ എടുക്കുമെന്നും വാക്സിൻ പോലെയുള്ള വിഷയത്തിൽ കൃത്യമായി ചർച്ച നടക്കുകയും അതിനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം. അതിന്റെ ശാസ്ത്രീയത എന്താണ്, അതിന്റെ സൈഡ് എഫക്ട് എന്താണ്, അതിന്റെ ഗുണം എന്താണ്, ഗ്യാരണ്ടി കൊടുക്കണം. അല്ല, വാക്സിൻ എടുത്ത കുട്ടിയാണോ ഇപ്പോൾ മരിച്ചത്? വാക്സിൻ എടുത്ത കുട്ടിയാണോ ഇപ്പോൾ മരിച്ചത്? അല്ല, അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്താലുള്ള ഗ്യാരണ്ടി ഇല്ല. ഇപ്പൊ വാക്സിൻ എടുക്കാത്തത് കൊണ്ട് മരിച്ചു എന്നാണല്ലോ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അലോപ്പതിയിൽ പോയില്ല, വാക്സിൻ എടുക്കാത്തത് കൊണ്ട് കുട്ടി മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഗൂഢശ്രമത്തിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. വാക്സിൻ എടുത്തതിന് ശേഷം മരിച്ച ആളുകൾ. അപ്പോൾ താങ്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട് അല്ലേ? അല്ല, നമ്മൾ എന്റെ ചോദ്യങ്ങളാണ് താങ്കൾക്ക് പ്രശ്നം. അതായത് താങ്കൾക്ക് ചോദിക്കാം, എന്റെ ചോദ്യങ്ങളാണ് താങ്കൾക്ക് പ്രശ്നം. മറുപടി തന്നാൽ മതി. ശരി, അഭിജിത്ത് ഉന്നയിക്കുന്നത് സമൂഹത്തോടാണ്. യെസ്, അഭിജിത്ത്, ഇതാണ് മറുപടികൾ. എനിക്കിപ്പോഴും അദ്ദേഹത്തിന്റെ എന്തടിസ്ഥാനത്തിലാണ് ഈ ചികിത്സ നടത്തുന്നതെന്നോ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പഠിച്ചതെന്നോ, എന്ത് സർട്ടിഫിക്കറ്റാണ് കൈവശമുള്ളത് എന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എവിടെ നിന്നാണ് ഈ അക്യുപഞ്ചർ കോഴ്സ് പഠിച്ചത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പഠിച്ചത് എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് ഈ ചർച്ചയിൽ വന്നിട്ട് ഒരു BNYSന്റെ അണ്ടറിലേക്ക് അക്യുപഞ്ചർ ഒരു സ്വതന്ത്ര ചികിത്സയാണ്, അല്ലെങ്കിൽ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിനിനും കാര്യങ്ങൾക്കുമാണ് ചികിത്സിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. ഇവിടെ ജോണ്ടിസിന് അക്യുപഞ്ചർ ചെയ്തോ ഇല്ല എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഇവിടെ ആ കുട്ടിയുടെ ക്ഷീണത്തിനും അസ്വസ്ഥതകൾക്കും അക്യുപഞ്ചർ ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ജോണ്ടിസിന് എന്തുകൊണ്ട് അത് വേറൊരു ചികിത്സയിലേക്ക് പോയില്ല എന്നുള്ളത് അത് അവരുടെ വിഷയമാണെന്ന് മാത്രമല്ല, എന്ത് ധൈര്യത്തിലാണ് മറ്റു ഹോസ്പിറ്റലുകൾ, എന്ത് ഗ്യാരണ്ടിയുടെ പേരിലാണ് പോകേണ്ടതെന്ന് കൂടി നിങ്ങൾ വ്യക്തമാക്കണം. അതല്ലേ താങ്കളോട് ആവർത്തിച്ച് പറഞ്ഞത്? അതിനൊരു ബോർഡുണ്ട്, കൗൺസിലുണ്ട്, അത് അംഗീകരിക്കുന്ന സംവിധാനമുണ്ട്. TCMC രജിസ്ട്രേഷൻ എന്നത് വെറുതെ ആർക്കെങ്കിലും നൽകുന്ന ഒന്നല്ല, അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ മെഡിക്കൽ രംഗം. എന്ത് ഗ്യാരണ്ടിയുടെ പേരിലാണ് ഇത്തരം സംവിധാനങ്ങളിലേക്ക് പോകേണ്ടതെന്ന് പറയണം. അല്ല, താങ്കളുടെ ചികിത്സയ്ക്ക് എന്ത് ഗ്യാരണ്ടി പുറത്താണ് വരേണ്ടത്? താങ്കളുടെ ചികിത്സയ്ക്ക് എന്താണ് ഗ്യാരണ്ടി? ഈ പറയുന്ന റോഡ് ശ്രീ അൽതാഫ്, എന്താണ് താങ്കളുടെ ചികിത്സയുടെ ഗ്യാരണ്ടി? ചികിത്സയിലേക്ക് ആരും നിർബന്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ചികിത്സയിലേക്ക് ആളുകൾ എത്തുന്നത് എങ്ങനെയാ? അലോപ്പതി പോലെയുള്ള ചികിത്സകൾ ചെയ്ത് മടുത്തതിന് ശേഷം അറ്റകൈ പ്രയോഗം, പലപ്പോഴും മരണത്തിന്റെ ഘട്ടത്തിലാണ്. മരിച്ചാലും വേണ്ടിയില്ല, അവിടെ പോയി പൈസ ചെലവാക്കാൻ വയ്യ, കുത്തിക്കീറാൻ വയ്യ, വെട്ടിപ്പൊളിക്കാൻ വയ്യ, മരുന്നുകൾ കഴിച്ച് മടുത്തു. ഇത്തരം മനുഷ്യരാണ് പലപ്പോഴും അക്യുപഞ്ചർ ചികിത്സയിൽ വന്ന് അസുഖം മാറിയതിന് ശേഷം അവരാണ് ഇതിന്റെ പ്രചാരകരായി പോകുന്നത്. അല്ല, ഞാൻ അതാണല്ലോ താങ്കളോട് ചോദിച്ചത്. താങ്കൾ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഈ അക്യുപഞ്ചർ ചെയ്യുന്നത്? താങ്കൾ ചെയ്യുന്ന ആ ട്രീറ്റ്മെന്റിന്റെ ശാസ്ത്രീയത എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അൽതാഫ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ. കേൾക്കാം. അതായത് ഞാൻ ചോദിക്കട്ടെ, ഈ ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ അലോപ്പതി പറയുന്ന സയൻസും ഹോമിയോയുടെ സയൻസും ആയുർവേദത്തിന്റെ സയൻസും ശരി അല്ല. താങ്കൾ അക്യുപഞ്ചർ ചികിത്സ ചെയ്യാറുണ്ട്? അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്നുണ്ട്. അതപ്പോൾ എന്ത് ബിരുദത്തിന്റെ അല്ലെങ്കിൽ എന്ത് അറിവിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, ലീഗലി നമ്മൾ അതിനുള്ള പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ ചർച്ച പ്രധാനമായും ലീഗലി എന്താണ് താങ്കൾക്കുള്ള, അതായത് TCMC രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ആണോ താങ്കൾ പ്രവർത്തിക്കുന്നത്? അല്ല, ഇവിടെ ഒരുപാട് ചികിത്സാ സിസ്റ്റങ്ങളുണ്ട്. അല്ലല്ല, എന്റെ ചോദ്യം ദയവായി താങ്കൾ ശ്രദ്ധിക്കുക. കൗൺസിൽ ഇല്ലാത്ത സിസ്റ്റങ്ങളുണ്ട്, ദയവായി ശ്രദ്ധിക്കുക. TCMC രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണോ താങ്കൾ ഈ ചികിത്സ നടത്തുന്നത്? അല്ല, അലോപ്പതി ഇത് മരുന്നില്ലാത്ത ചികിത്സയാണ്. സ്വാഭാവികമായും എന്തെങ്കിലും ഒരു അലോപ്പതിയുടെയോ ആയുഷിന്റെയോ അണ്ടറിൽ വരുന്ന ഒരു ചികിത്സയല്ല ഇത്. കേന്ദ്ര സർക്കാർ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇപ്പൊ അതിന്റെ കൗൺസിലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിപ്പോൾ ഈ ചർച്ചയിൽ തന്നെ അഭിജിത്ത് പങ്കെടുക്കുന്നുണ്ട്, ഡോക്ടർ അഭിജിത്ത് പങ്കെടുക്കുന്നുണ്ട്. അഭിജിത്ത് ആയുഷിന് കീഴിൽ വരുന്ന തരത്തിൽ 5-6 വർഷം പഠിച്ചതിന് ശേഷം ഇത് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിലെ ചർച്ച എന്താന്ന് പറയൂ. അല്ല ശ്രീ അൽതാഫ്, താങ്കളിലേക്ക് വരാം. പക്ഷെ ഇതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ഡോക്ടർ ജേക്കബ് പുലയിൽ, വാക്സിൻ അഡ്വൈസറി കമ്മിറ്റിയിലെ ഡോക്ടർ ജേക്കബ് പുലയിൽ തന്നെ വാക്സിന്റെ അപകടങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ ഡോക്ടർമാർ സംസാരിക്കണം. എന്നിട്ട് അതിന്റെ വ്യക്തത അല്ലല്ല അത് നമുക്ക് വാക്സിനെ സംബന്ധിച്ചും അതിന്റെ അപകടങ്ങളെ സംബന്ധിച്ചും ഒക്കെ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ്. ജേക്കബ് പുലയിലിന്റെ പഠനങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ആര് പറഞ്ഞു ചർച്ച ചെയ്യുന്നില്ല എന്ന്? വാക്സിൻ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടില്ലേ?
വാക്സിൻ എന്നത് തന്നെ അല്ലല്ല, അങ്ങനെ അൽത്താഫ് തെറ്റിദ്ധരിപ്പിക്കരുത്. ദയവായി അൽത്താഫ്, ഒരു വാക്സിൻ എന്നത് കാലങ്ങളോളം പരീക്ഷണം നടത്തിയതിനു ശേഷമാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ കോവിഡ് എന്നത് അങ്ങനെ ഒരു സാഹചര്യമായിരുന്നില്ല. ദയവായി അൽത്താഫ്, അതായത് ഇത് പ്രേക്ഷകർ കേൾക്കുന്നതാണ്, താങ്കൾ പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. കോവിഡ് എന്നത് ലോകത്ത് വ്യാപിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ സാധാരണ വാക്സിൻ പോലെ നൽകാൻ പറ്റുമായിരുന്നില്ല. മറ്റു വാക്സിനുകളെല്ലാം വർഷങ്ങൾക്ക് ശേഷമാണ് ആളുകൾക്ക് നൽകുന്നത്, അല്ലാതെ കണ്ടെത്തിയ ഉടനെ തന്നെയല്ല. സംഭവിക്കാൻ പാടില്ല എന്നുള്ള ധാർഷ്ട്യം നല്ലതല്ല. അല്ല, താങ്കൾക്ക് പറയാനുള്ള അവസരമുണ്ട്. പക്ഷെ അൽത്താഫ്, എന്റെ ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയൂ. താങ്കൾ എന്ത് ബിരുദത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എത്ര വർഷത്തെ പഠനത്തിന് ശേഷമാണ് അക്യുപഞ്ചർ ചികിത്സ നടത്തുന്നത്? അത് പറയേണ്ടടുത്ത് പറഞ്ഞോളാം. അതായത് ഇവിടെ ഒരു അല്ല, അത് പറയേണ്ടത് എവിടെയാണ് താങ്കൾ? അതെവിടെയാണ് അൽത്താഫ് പറയേണ്ടത്? ഈ ശ്രമം നല്ലതല്ല. അൽത്താഫ്, എവിടെയാണ് താങ്കൾ അത് പറയേണ്ടത്? വാക്സിൻ കൊടുത്തില്ല എന്നുള്ളതും അല്ല, അത് ചോദ്യത്തിലേക്കൊക്കെ വരാം. അതിനിവിടെ മറ്റു ഡോക്ടർമാരടക്കമുണ്ട്. മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് എത്രയധികം ആളുകൾ അലോപ്പതിയിൽ മരിക്കുന്നു. അവർക്ക് എന്ത് നഷ്ടപരിഹാരമാണ് സർക്കാർ കൊടുക്കാൻ പോകുന്നത്? അതുപോലെ തന്നെ വാക്സിന്റെ വിഷയത്തിൽ എന്ത് ഗ്യാരണ്ടിയാണ് സർക്കാർ കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യാത്തത്? അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് അൽത്താഫ്. താങ്കളോട് ആവർത്തിച്ചു, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. താങ്കളുടെ വിഷയം വാക്സിൻ എന്നതാണോ? ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വാക്സിൻ എടുത്തില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അതുപോലെ അതിന് വേണ്ട ഒരു ചികിത്സ ഏത് സ്വീകരിക്കണമെന്നും സ്വീകരിക്കണ്ട എന്നും തീരുമാനിക്കാനുള്ള ഒരു പൗരന്റെ അവകാശം ഇവിടെ നിലനിൽക്കെ, പൗരന്റെ അവകാശത്തോടൊപ്പമാണ് നേരത്തെ ഫസൽ ഗഫൂർ പറഞ്ഞത്, ഒരു കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം കൂടിയുള്ള നാടാണ് അൽത്താഫ് ഈ രാജ്യം. ഇത്രയധികം നടത്തുന്ന അലോപ്പതിക്കാരാണോ പറയുന്നത് ഇവിടെ കുട്ടിയുടെ അവകാശത്തെ? അതായത് അലോപ്പതിക്ക് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല. അലോപ്പതി എന്നത് തെറ്റായ ചികിത്സാ രീതി എന്നാണ് താങ്കൾ പറയുന്നത്. ഗർഭഛിദ്രം, അബോർഷൻസ് കൂടുതൽ ചെയ്യുന്നവരാണ്. ഇത്രയും അലോപ്പതി മാത്രമല്ലേ ചെയ്യുന്നത്? കേരളത്തിൽ ഇത്രയധികം ഗർഭചിത്രം അവകാശം, ജീവന്റെ അവകാശത്തെ കുറിച്ച് പറയാൻ എന്ത് അവകാശം? ഗർഭചിത്രം നടത്തേണ്ട സാഹചര്യത്തിൽ ഗർഭചിത്രം നടത്തണം. അങ്ങനെയാണല്ലോ ഒരു അമ്മയുടെ ജീവൻ അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയല്ലേ? വിഷയങ്ങള്, വയറ്റിനുള്ളിലുള്ള ജീവനെ കൊല്ലാൻ മടിയില്ലാത്ത ആളുകൾ, ഗർഭചിത്രം നടത്തുന്ന ആളുകൾ, അവര് ഒരു കുഞ്ഞ് അവന്റെ സമയമെത്തി ഇത്രയും അധികം മരണങ്ങളുടെ താങ്കൾ പറയുന്നത്, താങ്കൾ പിന്തുടരുന്നതിന്റെ ശാസ്ത്രീയത എന്താണ് അൽത്താഫ്? ഇതിന്റെ പേര് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് താങ്കളോട് ചോദിക്കുന്നത്. ശ്രമം നല്ലതല്ല. താങ്കൾ പറയുന്നത്, അതായത് ഒരു അമ്മയുടെ ജീവൻ അപകടാവസ്ഥയിലാകുന്നു, ആ കുഞ്ഞിനെ ഗർഭചിത്രം നടത്തിയില്ല എങ്കിൽ ആ അമ്മ മരണപ്പെടുമെന്ന സാഹചര്യം വന്നാൽ താങ്കളുടെ ചികിത്സാ രീതി അടക്കമുള്ള ഫോർമുല എന്താണ്? ഇവിടെ അതിന്റെ പേരിൽ മാത്രമാണ് ശ്രീ അൽത്താഫ്, താങ്കൾ പറഞ്ഞ വാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് എന്റെ ചോദ്യം. താങ്കൾ പറയുന്നു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട്. ശരി, എന്റെ സംശയം ഇതാണ്, ഒരു അമ്മയുടെ ജീവൻ അപകടത്തിലാണ്, ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്തില്ല എങ്കിൽ അമ്മ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. താങ്കൾ എന്ത് ചികിത്സ നൽകും? അൽത്താഫ് പറയൂ, താങ്കൾ എന്ത് ചികിത്സ നൽകും? ജീവനെ ഒരു വർഷം കേരളത്തിൽ ഹനിക്കുന്നു എന്ന് ഏകദേശം കണക്ക് വരുമ്പോൾ 1-2% താങ്കൾ ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ അതെനിക്ക് അനുവദിക്കാനാവില്ല. ശ്രീ അഭിജിത്ത്, താങ്കൾ